21 വയസ്സ്. സ്വപ്നങ്ങൾക്ക് ചിറകുമുളയ്ക്കേണ്ട പ്രായം. തിരുവനന്തപുരം അരിയനാട്ടെ ഒരു സാധാരണ കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയായിരുന്നു നിതിൻ രാജ്. 2 വട്ടം പരിശ്രമിച്ച് എൻട്രൻസ് പാസ്സായി. ഒരു ഡോക്ടറാകണമെന്ന മോഹവുമായിട്ടാണ് അവൻ കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെത്തിയത്. എന്നാൽ മാസങ്ങൾക്കിപ്പുറം ഒരു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം നിതിൻ ആ കോളേജ് കെട്ടിടത്തിന് മുകളിൽ നിന്നും താഴേക്ക് പതിച്ചു. അത് വെറുമൊരു ആത്മഹത്യയായിരുന്നോ, അതോ ഒരു സ്ഥാപനം ചേർന്ന് നടത്തിയ കൊലപാതകമായിരുന്നോ? കേരളക്കരയെ നടുക്കിയ നിതിൻ രാജിന്റെ മരണത്തിനു പിന്നിലെ കാണാപ്പുറങ്ങൾ നമുക്ക് പരിശോധിക്കാം. നിതിന്റെ മരണത്തിനു പിന്നാലെ പുറത്തുവന്ന ശബ്ദരേഖകൾ കേട്ട് കേരളം ഞെട്ടി. അനാട്ടമി വിഭാഗം മേധാവി ഡോക്ടർ എൻ.കെ. റാം തന്നോട് കാണിക്കുന്ന ക്രൂരതകൾ നിതിൻ തന്റെ കൂട്ടുകാരോട് വിവരിക്കുന്നുണ്ട്. സ്റ്റാഫ് റൂം എന്ന് പറഞ്ഞാൽ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്ന സ്ഥലമാണ് എന്നാണ് നിതിൻ പറഞ്ഞത്. നിറത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും നിതിൻ നിരന്തരം അധിക്ഷേപിക്കപ്പെട്ടു. ഉഴുത്ത പട്ടി, പേപ്പട്ടി എന്നൊക്കെയാണ് ആ അധ്യാപകൻ അവനെ വിളിച്ചിരുന്നത്. നിതിൻ എഴുതിയ ഉത്തരക്കടലാസുകൾ മറ്റുള്ള കുട്ടികൾക്ക് നൽകി അവനെ പരിഹസിക്കുമായിരുന്നു ആ അധ്യാപകൻ. മറ്റുള്ളവർ ചിരിക്കുമ്പോൾ വേദനയോടെ അത് കണ്ടു നിൽക്കാനേ ആ വിദ്യാർത്ഥിക്ക് കഴിഞ്ഞുള്ളൂ. നിതിന്റെ പിതാവിന്റെ തൊഴിലിനെപ്പോലും അദ്ദേഹം പരിഹസിച്ചു. തന്റെ കൈകാലുകൾ വെട്ടിക്കളയുമെന്ന് ആ അധ്യാപകൻ ഭീഷണിപ്പെടുത്തിയതായും നിതിന്റെ ശബ്ദരേഖയിലുണ്ട്. ഈ പീഡനങ്ങൾ സഹിക്കവയ്യാതെ 1 മാസത്തോളം നിതിൻ പഠനം നിർത്തി വീട്ടിൽ വന്നിരുന്നു. വീട്ടുകാരുടെ നിർബന്ധത്തിലാണ് അവൻ തിരികെ പോയത്. പക്ഷേ ആ മടക്കം മരണത്തിലേക്കായിരുന്നു. എന്നാൽ ഈ കഥയിൽ മറ്റൊരു തലം കൂടി അന്വേഷണ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നിതിൻ നേരിട്ടിരുന്ന ലോൺ ആപ്പ് ഭീഷണിയാണത്. അമ്മയുടെ ചികിത്സയ്ക്കായി നിതിൻ ഒരു ലോൺ ആപ്പിൽ നിന്നും പണം കടമെടുത്തിരുന്നു. പണം തിരിച്ചടയ്ക്കാൻ വൈകിയപ്പോൾ ഈ ആപ്പുകാർ നിതിന്റെ ഫോൺ കോണ്ടാക്റ്റുകൾ ഹാക്ക് ചെയ്യുകയും അധ്യാപകർക്ക് സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തു. നിതിന്റെ അമ്മയുടെ പേര് ലത എന്നായിരുന്നു. കോളേജിലെ ഒരു അധ്യാപികയുടെ പേരും ലത എന്നായതുകൊണ്ട് ആപ്പുകാർ ആ അധ്യാപികയെ വിളിച്ച് ശല്യം ചെയ്തുവെന്നാണ് പറയപ്പെടുന്നത്. ഇത് കോളേജിൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി. കൂടാതെ കുറച്ചു മാസങ്ങൾക്ക് മുൻപ് തേൻകണി എന്ന് വിളിക്കാവുന്ന ഒരു സംഭവത്തിൽ നിതിൻ ഉൾപ്പെട്ടതായും ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഒരു പെൺകുട്ടിയുടെ പേരിൽ മറ്റൊരാളുമായി സംസാരിച്ച് പണം വാങ്ങിയെന്ന പരാതിയിൽ പട്ടാമ്പിയിൽ നിന്നുള്ള ഒരു സംഘം കോളേജിൽ വരികയും അത് പോലീസിൽ പരാതിയാകുകയും ചെയ്തിരുന്നു. ഈ സംഭവങ്ങളെല്ലാം നിതിന്റെ മാനസികാവസ്ഥയെ വല്ലാതെ തളർത്തിയിരിക്കാം എന്ന് കരുതപ്പെടുന്നു. മരിക്കുന്നതിന് തൊട്ടുമുൻപ് നിതിൻ പ്രിൻസിപ്പലിന്റെ മുറിയിലായിരുന്നു. ലോൺ ആപ്പുകാർ അധ്യാപികയെ വിളിച്ച വിഷയത്തിൽ അവിടെ വച്ച് നിതിൻ കടുത്ത മാനസിക പീഡനം അനുഭവിച്ചുവെന്ന് കരുതപ്പെടുന്നു. വീട്ടുകാരെ പോലും അറിയിക്കാതെ എന്തിനാണ് അവനെ അത്തരത്തിൽ ടോർച്ചർ ചെയ്തത് എന്ന് നിതിന്റെ കുടുംബം ചോദിക്കുന്നു. മരണത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് പോലും നിതിൻ വീട്ടിലേക്ക് വിളിച്ചിരുന്നു. നാട്ടിലേക്ക് വരാനുള്ള ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. സഹോദരിയുടെ മകന്റെ ജന്മദിനത്തിൽ വീഡിയോ കോളിലൂടെ അവൻ പങ്കുചേർന്നു. ഇത്രയും സന്തോഷവാനായിരുന്ന ഒരാൾ പെട്ടെന്നിങ്ങനെ ചെയ്യണമെങ്കിൽ കോളേജിനുള്ളിൽ അത്രമേൽ ഭീകരമായ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണ്. നിതിന്റെ മരണത്തെ തുടർന്ന് ആരോപണവിധേയരായ ഡോക്ടർ എം.കെ. റാം, ഡോക്ടർ സംഗീത എന്നിവരെ കോളേജ് സസ്പെൻഡ് ചെയ്തു. പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം കേസ് ഏറ്റെടുത്തിട്ടുണ്ട്. KSUS, FE.I തുടങ്ങിയ സംഘടനകൾ വലിയ പ്രതിഷേധങ്ങളാണ് ക്യാമ്പസിൽ നടത്തുന്നത്. പക്ഷേ സസ്പെൻഷൻ കൊണ്ട് മാത്രം നീതി ലഭിക്കില്ലെന്ന് നിതിന്റെ കുടുംബം ഉറപ്പിച്ചു പറയുന്നു. ഒരു പാവപ്പെട്ട കുടുംബത്തിന്റെ സ്വപ്നമാണ് അഞ്ചരക്കണ്ടിയിലെ ആ കെട്ടിടത്തിന് താഴെ പൊലിഞ്ഞു വീണത്. ജാതിയുടെയും നിറത്തിന്റെയും പേരിൽ വിദ്യാർത്ഥികളെ വേട്ടയാടുന്ന അധ്യാപകർ ഈ സമൂഹത്തിന് വലിയൊരു അപമാനമാണ്. നിതിൻ രാജിന് നീതി ലഭിക്കണം. ഇനിയൊരു വിദ്യാർത്ഥിക്കും ഈ അവസ്ഥയുണ്ടാകരുത്.